ഏകസത്യ ദൈവത്തെ പറഞ്ഞ യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ ഈസാ പ്രവാചകന് സംഭവിച്ചത് ഇതാണ്. ദൈവത്തെ ഒരിക്കൽ പോലും പറയാത്ത ശ്രീബുദ്ധന് പോലും സംഭവിച്ചത് പിന്നീട് ദൈവമാകാനുള്ള, ദൈവമായി വിശ്വസിക്കപ്പെടാനുള്ള, ആരാധിക്കപ്പെടാനുള്ള ഒരു സങ്കീർണമായ അവസ്ഥയായിരുന്നു. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. അധ്യായം 5 അൽ മാഇദ 116, 117 വചനങ്ങളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ഗംഭീരമായ ഒരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉദ്ധരിക്കുന്നത് കാണാം. ഇത് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ. അള്ളാഹു ചോദിക്കുന്നു, യാ ഈസ ഇബ്ന മറിയം, ഈസാ നബി, മറിയത്തിന്റെ മകനാകുന്ന ഈസാ നബി, അൻത ഖുൽത, അങ്ങായിരുന്നോ കൽപ്പിച്ചത്, അൻത ഖുൽത, താങ്കളായിരുന്നോ കൽപ്പിച്ചത്, ലിന്നാസി, അനുയായികളോട്, എന്ത്? നിങ്ങളെയും നിങ്ങളുടെ മാതാവാകുന്ന മറിയത്തെയും ദൈവമായി ആരാധിക്കണമെന്ന് നിങ്ങളായിരുന്നോ കൽപ്പിച്ചത്? അള്ളാഹു ചോദിക്കുന്നു. അല്ലാഹുവിന് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, വിശ്വാസികൾ പ്രത്യേകം മനസ്സിലാക്കണം. മറിച്ച് ഓരോ കാര്യവും ചോദിച്ച് കൃത്യമായ രൂപത്തിൽ കണക്കെടുപ്പ് നടത്തുന്ന ആ ലോകത്ത് അല്ലാഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ആരാധിക്കപ്പെട്ടതിനെ കുറിച്ചും അന്വേഷിക്കുകയാണ്. അല്ലാഹുവിനോട് ഈസാ നബി പറഞ്ഞു, സുബ്ഹാനക, അല്ലാഹുവേ, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും. കുറെ കാര്യങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ഞാൻ അവരുടെ ഇടയിൽ ജീവിക്കുന്ന കാലം അത്രയും അവരെ സത്യദർശനത്തിലൂടെ മാത്രമാണ് കൊണ്ടുപോയത്. അവർ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും. എന്റെയും നിങ്ങളുടെയും റബ്ബാകുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അവരുടെ ഇടയിലായിരുന്ന കാലം ഞാൻ അക്കാര്യം വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ അവരിൽ നിന്ന് ഉയർന്നു പോന്നു. ആ കുരിശ് സംഭവം നടന്നതിന് ശേഷം നീയാണ് അതേക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ. അള്ളാഹു ഈ കാര്യം അംഗീകരിക്കുകയും പിന്നീട് ഉമ്മത്ത് മുഹമ്മദിനെ കൊണ്ടുവന്ന് അത് സമൂഹത്തിന്റെ മുമ്പിൽ സാക്ഷികളായി നിർത്തുകയും ചെയ്യുമെന്നൊക്കെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിനോട് കാണിച്ചു കൊടുത്ത കാര്യം ഇതായിരുന്നു. ഏകനാകുന്ന ദൈവത്തെ മാത്രം ആരാധിക്കണം, ഏകനായ ദൈവത്തിന് മാത്രം വണങ്ങണം, അവന് മാത്രം ആരാധനകൾ അർപ്പിക്കണം. അതിനപ്പുറം എന്നെയോ ഉമ്മയെയോ പരിശുദ്ധാത്മാവിനെയോ ഗബ്രിയേൽ മാലാഖയെയോ മറ്റാരെയെങ്കിലും ദൈവമായി ആരാധിക്കണമെന്ന്, ദൈവത്തിന്റെ അംശമായി കണക്കാക്കണമെന്ന്, ത്രിത്വദൈവത്തിലെ പ്രധാനപ്പെട്ട ആളത്തങ്ങളായി മനസ്സിലാക്കണമെന്ന് ആ മഹാപ്രവാചകൻ ഒരിക്കലും പറഞ്ഞില്ല, ഒരിക്കലും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം നിവർത്തിപ്പാൻ വന്ന ആ പഴയ നിയമ ബൈബിളും അദ്ദേഹം പ്രചരിപ്പിച്ചുവെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്ന പുതിയ ബൈബിളും ഓരോ അധ്യായവും എടുത്ത് നാം പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിന് വിരുദ്ധമായ രൂപത്തിൽ ഒരു കാര്യമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് പഴയ പുതിയ നിയമ ബൈബിളുകളിൽ മുഴുക്കെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ മുൻഗാമികളാകുന്ന പ്രവാചകന്മാരുമൊക്കെ ഏകസത്യ ദൈവത്തെ കുറിച്ച് സമൂഹത്തെ നിരന്തരം ഉദ്ബോധിപ്പിച്ചത് നമുക്ക് കാണാനാകും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, പഴയ നിയമ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ തൗറാത്ത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ, അതിനെ ഞാൻ നിരൂപിക്കാൻ വേണ്ടി വന്നു എന്ന് നിങ്ങൾ ആരും കരുതരുത്. ആ ബൈബിൾ പുസ്തകങ്ങൾ എന്ന് ഈ പറയുന്ന പഴയ നിയമങ്ങൾ എന്ന പേരിൽ ക്രൈസ്തവർ വിശ്വസിച്ച് പഠിപ്പിക്കുന്ന തൗറാത്ത് പുസ്തകം, ആ തൗറാത്തും ഇവരുടെ കയ്യിലുള്ള പഴയ പുതിയ നിയമ ബൈബിളുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ വേദിയിൽ അല്പഭാഷയിൽ ചർച്ച ചെയ്യാനുണ്ട്. ഏതായാലും അവരുടേതായ ശൈലി എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, അവർ വിശ്വസിക്കുന്ന ഈ പഴയ പുതിയ നിയമ ബൈബിളുകൾ, അതായത് തൗറാത്തും ഇഞ്ചീലും 1-ാം അധ്യായം മുതൽ അവസാന അധ്യായം വരെ നാം പരിശോധിച്ചു നോക്കിയാൽ പഴയ നിയമ ബൈബിളിൽ എത്ര പുസ്തകങ്ങളാണെന്നതിനെ കുറിച്ച് ക്രൈസ്തവ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ജൂതന്മാരോ പോലും ഒരു ഏക സ്വരത്തിലല്ല പഠിപ്പിക്കുന്നത് എന്നൊരു കാര്യം നാം പ്രത്യേകം പരിഗണിക്കണം. പഴയ നിയമ ബൈബിളിൽ കാത്തോലിക്കർ പഠിപ്പിക്കുന്ന പഴയ നിയമ ബൈബിളിൽ 12 അപ്രോക്രിഫ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാനാവും. കൂടുതലായിട്ട് തോബിത്ത്, യൂതിത്ത്, ജ്ഞാനം എന്ന് തുടങ്ങി 12 പുസ്തകങ്ങൾ. അത് പ്രോട്ടസ്റ്റന്റുകാരുടെ ബൈബിളിൽ ഉണ്ടാവാറില്ല. അതുപോലെ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്ന അപ്രോക്രിഫ ഗ്രന്ഥങ്ങളെ തന്നെ അംഗീകരിക്കുന്ന ആളുകൾ ഒരേ ശൈലിയിലല്ല ഇത് അംഗീകരിക്കുന്നത്. ചില ആളുകൾ
ചിലത് ഒഴിവാക്കുന്നു, വേറെ ചിലത് പകരം വെക്കുന്നു. മറ്റു ചില ആളുകൾ പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിലും ഇവക്ക് പകരം വേറെ ചില പുസ്തകങ്ങൾ വെക്കുന്നു. ഇങ്ങനെ പഴയ നിയമ പുസ്തകം എത്ര എണ്ണമാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധം ക്രൈസ്തവ സുഹൃത്തുക്കൾക്കില്ല. നേരെ മറിച്ച് പുതിയ നിയമ ബൈബിൾ 27 പുസ്തകങ്ങളാണെന്ന് അവർ പറയുന്നു. ആദ്യമായി രചിക്കപ്പെട്ട മർക്കോസിന്റെ പുസ്തകം അത് നമ്മുടെ കയ്യിലുള്ള ബൈബിളുകളിൽ രണ്ടാമതായിട്ട് കാണും. മത്തായിയുടെ പുസ്തകമാണ് ഒന്നാമതായിട്ടുണ്ടാകുക. ഈ മത്തായിയുടെ പുസ്തകം മുതൽ വെളിപാട് പുസ്തകം എന്ന അവസാന പുസ്തകം വരെയുള്ള 27 പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങളിൽ ഏതൊന്ന് പരിശോധിച്ചു നോക്കിയാലും ഏകദൈവത്തിനെ കുറിച്ചുള്ള നിരന്തരമായ പഠനങ്ങൾ, നിരന്തരമായ പ്രഖ്യാപനങ്ങൾ, നിരന്തരമായ ഉപദേശങ്ങൾ നമുക്ക് കാണാനാവും. വിശാലമായ സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രചിച്ചതെന്ന പേരിൽ ക്രൈസ്തവർ പരിചയപ്പെടുത്തുന്ന പഞ്ചഗ്രന്ഥികൾ, അതായത് പഴയ നിയമം ബൈബിളിന്റെ ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യാപുസ്തകം, ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം എന്നീ 5 പുസ്തകങ്ങൾ. ഈ 5 പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മൂസാ പ്രവാചകന്റെ മരണമൊക്കെ പറയുന്നതുമായ അവസാനത്തെ പുസ്തകമാകുന്ന ആവർത്തന പുസ്തകം. ഈ ആവർത്തന പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിലെ 4-ാം വചനം നാം പരിശോധിച്ചു നോക്കുക. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴി അള്ളാഹു ഇസ്രായേൽ സമൂഹത്തെ ഉപദേശിക്കുന്നു. നമ്മുടെ ദൈവമാകുന്ന യഹോവ ഏകനായ ദൈവം. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവം യഹോവയാകുന്നു, ആ ദൈവം ഏകനാകുന്നു. നമ്മുടെ ദൈവം യഹോവയാകുന്നു, ആ യഹോവയാകുന്ന ദൈവം ഏകനാകുന്നു. 2 3 അല്ലെങ്കിൽ മൂസാ പ്രവാചകൻ അടങ്ങുന്ന ഒരു സംയുക്ത ദൈവമാണെന്നോ പിൽക്കാലത്ത് വരാനുള്ള യേശു ക്രിസ്തു അടങ്ങുന്ന ത്രിത്വ ദൈവമാണെന്നോ പഴയ നിയമം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇതേ പ്രകാരം തന്നെ 4-ാം അധ്യായത്തിന്റെ 39-ാം വചനത്തിൽ നമ്മുടെ ദൈവമാകുന്ന യഹോവ അവൻ ഏകനാകുന്നു, ആ ഏകനാകുന്ന ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ വിശ്വസിക്കണം, അംഗീകരിക്കണം, സ്നേഹിക്കണം എന്നത് പഠിപ്പിക്കുന്നത് കാണാം. ഇപ്രകാരം യെശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട്, മറ്റ് ഇതര പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെയുമുണ്ട്. സങ്കീർത്തനങ്ങളിൽ കാണാം, മറ്റുള്ള പല ഗ്രന്ഥങ്ങളിലും നമുക്ക് ഏകദൈവത്തെ കുറിച്ച് കാണാൻ പറ്റും. ഇതേ പ്രകാരം തന്നെയാണ് പുതിയ നിയമത്തിന്റെയും അവസ്ഥ. പുതിയ നിയമം ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തിൽ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ വന്ന സന്ദർഭത്തിൽ ആ പരീക്ഷണത്തിന്റെ 40 ദിവസത്തിന്റെ അവസാന ദിവസത്തിൽ യേശു ക്രിസ്തുവിനോട് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ സാത്താൻ ആവശ്യപ്പെടുമ്പോൾ യേശു ക്രിസ്തു ആ സാത്താനോട് പറയുന്നത്, സാത്താനെ പോകൂ, എന്റെയും നിന്റെയും ദൈവമാകുന്ന ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, വണങ്ങാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശുദ്ധ വചനങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് മഹാനായ ഈസാ പ്രവാചകൻ സാത്താനെ ആട്ടി ഓടിക്കുന്നത് നമുക്ക് കാണാനാകുന്നു. ഇതേ പ്രകാരം തന്നെയാണ് മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായം 29-ാം വചനം. ഇസ്രായേലെ കേൾക്കുക, ഏറ്റവും പരമപ്രധാനമായത് എന്താകുന്നു? നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏകൻ. നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏകൻ, അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഒരു പ്രവാചകൻ വരുന്നത് തന്റെ സമൂഹത്തെ നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവാനാണ്, ഒരു സമൂഹത്തെ വിജയത്തിലേക്ക് നയിക്കാനാണ് ഒരു പ്രവാചകൻ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാകുന്ന ദൈവസംബന്ധിയായി ഒരു പ്രവാചകൻ എന്ത് പഠിപ്പിക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായ അവബോധത്തോടുകൂടെ ഈസാ പ്രവാചകൻ പഠിപ്പിച്ചു. ഇസ്രായേലെ കേൾക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്തെന്നാൽ നമ്മുടെ ദൈവം ഏകൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കാവൂ. ഈ ഒരു കാര്യം ബൈബിളിൽ നമുക്ക് നിരന്തരം കാണാം. 1 തീമോത്തിയോസിന്റെ 2-ാം അധ്യായത്തിലെ 5-ാം വചനത്തിൽ നമ്മുടെ ദൈവം ഏകനല്ലോ, നമ്മുടെയും ദൈവത്തിന്റെയും ഇടയിലുള്ള മധ്യസ്ഥനും ഏകൻ, മനുഷ്യനായ ക്രിസ്തു അത്രേ. മനുഷ്യനായ ക്രിസ്തു അത്രേ. പ്രത്യേകം നാം ശ്രദ്ധിക്കുക, പ്രത്യേകം നാം മനസ്സിലാക്കുക, നമ്മുടെ ദൈവം ഏകൻ, നമ്മുടെയും ദൈവത്തിന്റെയും ഇടയിലുള്ള മധ്യസ്ഥനും ഏകൻ. ആരാണത്? ദൈവമായ ക്രിസ്തു അല്ല, ദൈവത്തിന്റെ അംശമായ ക്രിസ്തു ഒരിക്കലുമല്ല, ത്രിത്വത്തിന്റെ പ്രധാനപ്പെട്ട ആളത്തമാകുന്ന ക്രിസ്തു അല്ല, മനുഷ്യനായ ക്രിസ്തു അത്രേ. ഇത് നമ്മുടെ വചനങ്ങളല്ല, ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്റെ നിർമ്മിതികളല്ല. ക്രൈസ്തവ സുഹൃത്തുക്കൾ മുഴുക്കെ അംഗീകരിക്കുന്ന ബൈബിളുകൾ,
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പഴയ നിയമം ബൈബിളിനെ കുറിച്ചൊരു തീരുമാനം എത്തിയിട്ടില്ല. എന്നാൽ ഞാൻ ഉദ്ധരിച്ച ആവർത്തന പുസ്തകം അല്ലെങ്കിൽ യെശയ്യാവിന്റെയും മറ്റും പുസ്തകങ്ങൾ, ഏകത്വത്തെ കുറിച്ച് കൃത്യമായി പറയുന്ന പുസ്തകങ്ങൾ, അതേക്കുറിച്ച് ക്രൈസ്തവർക്കിടയിൽ തർക്കങ്ങളില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്നതാണ്. പുതിയ നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 27 പുസ്തകങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു. ഈ 27 പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ പഴയ നിയമം ബൈബിളിൽ നിന്ന് ക്രൈസ്തവർ മുഴുക്കെ അംഗീകരിക്കുന്ന, ആർക്കും ഒരു തർക്കവും ഇല്ലാത്ത പുസ്തകങ്ങളിലൊക്കെയും കാണുന്നത് ഏകദൈവത്തെക്കുറിച്ചുള്ള നിരന്തരമായ പ്രഖ്യാപനങ്ങൾ. ഇതിനു വേണ്ടിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നത്. മഹാനായ പ്രവാചകൻ പറഞ്ഞത് അതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് തെളിയിച്ചു പറഞ്ഞു തന്നത് അതാണ്. ഈസാ നബി അലൈഹിസ്സലാം ഏക സത്യ ദൈവത്തിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതം ഏക സത്യത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ, അദ്ദേഹത്തിന്റെ അത്യത്ഭുതങ്ങൾ കണ്ട് ജനങ്ങളെല്ലാം ആകർഷിക്കപ്പെടുമ്പോൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതം ലോകത്താകെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിരന്തരം അദ്ദേഹത്തിനെതിരെ സമരം ചെയ്തിരുന്ന യഹൂദർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വേരോടെ നശിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനും വേണ്ടി കഠിനമായി അധ്വാനിച്ചിരുന്ന യഹൂദർ പലപ്പോഴും ഈസാ നബിയുടെയും അനുയായികളുടെയും ആദർശങ്ങളെ മണ്ണിട്ട് മൂടാൻ വേണ്ടി അവർക്കെതിരെ കഠിനമായ പീഡനങ്ങൾ നടത്തിയിരുന്ന യഹൂദർ പക്ഷേ തോറ്റ് പിന്മാറേണ്ടി വന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഈസാ നബിയെ കഠിനമായി എതിർത്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതത്തെ കഠിനമായി എതിർത്താൽ കൂടുതലൊന്നും പിടിച്ചു നിൽക്കാനാവില്ലെന്ന ഉത്തമ ബോധത്താൽ കുബുദ്ധികളാകുന്ന ജൂതന്മാരുടെ മനസ്സിൽ ഒരു തന്ത്രം ഉദയം കൊണ്ടു. ആ ഒരു തന്ത്രത്തിൽ ഈസാ നബിയുടെ പിൽക്കാല അനുയായികൾ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടത് കൊണ്ടാണ് മഹാനായ ഈസാ പ്രവാചകൻ ദൈവത്തിന്റെ ആളത്തമായി തീർന്നത്. വിശാലമായി പറയേണ്ട ഒരു വിഷയമാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്ത് തെർസൂസ് എന്ന ഇന്നത്തെ തുർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ ഷൗൽ എന്ന പേരിൽ അറിയപ്പെടുന്ന, ചില ഗ്രന്ഥങ്ങളിൽ സാവോൾ എന്ന് കാണും, എന്തായാലും ഷൗൽ, സാവോൾ എന്നൊക്കെ പേരുള്ളതായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്തായിരുന്നു? മഹാനായ ഈസാ നബിയെ കഠിനമായി എതിർക്കുക, ഈസാ നബിയുടെ ദർശനത്തിനെതിരെ അതിശക്തമായ രൂപത്തിൽ പ്രതികരിക്കുക, ഈസാ നബിയുടെ അനുയായികളെ ശക്തമായ രൂപത്തിൽ പീഡിപ്പിക്കുക, എറിഞ്ഞുകൊല്ലുക വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പല അനുയായികളെയും കാരാഗ്രഹത്തിൽ അടച്ചിട്ടുണ്ട്. പലപ്പോഴും പീഡനങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികളുടെ മുമ്പിൽ അദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ബൈബിൾ പുസ്തകത്തിന്റെ 4 സുവിശേഷങ്ങൾക്ക് തൊട്ടുടനെയുള്ള അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകത്തിൽ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ കൃത്യമായ രൂപത്തിൽ ഈ പൗലോസ് യേശുവിന്റെ സഭയ്ക്കെതിരെ നടത്തിയ പീഡനങ്ങൾ വർണ്ണിച്ചത് കാണാം. ഇതേ പ്രകാരം തന്നെ ഗലാത്യർ എന്ന പുസ്തകത്തിലും പൗലോസ് ഈസാ നബിയുടെ അനുയായികൾക്കെതിരെ പ്രവർത്തിച്ചതിന്റെ തപ്തമായ വർണ്ണനകൾ കാണാം. കൊല്ലാൻ ശ്രമിച്ചു, എറിഞ്ഞുകൊല്ലു, പല പെണ്ണുങ്ങളെ വരെ പീഡിപ്പിച്ചു. ഇങ്ങനെയുള്ള പൗലോസ്, കഠിനമായി ഈസാ നബിക്കെതിരെ പ്രവർത്തിച്ചിരുന്ന പൗലോസ്, യേശു ക്രിസ്തുവിനെതിരെ പ്രവർത്തിച്ചിരുന്ന പൗലോസ്, അക്രമത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോയാൽ ഈസാ മസീഹിന്റെ ദർശനത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ തന്റെ നാട്ടിൽ നിന്ന് തനിക്ക് പരിചിതമായിട്ടുള്ള വിവിധങ്ങളായ മതങ്ങളുടെ ദർശനങ്ങളും ആദർശങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക മതം നിർമ്മിക്കുക എന്ന ആ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈസാ നബിയുടെ മതത്തെ വൈകല്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമം തുടങ്ങി. അങ്ങനെയാണ് അപ്പോസ്തല പ്രവർത്തികയുടെ 9-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ വിവരിക്കുന്ന ഡമാസ്കസിലേക്കുള്ള അയാളുടെ യാത്ര ആരംഭിക്കുന്നത്. ഡമാസ്കസിലേക്ക് അയാൾ പോയ പശ്ചാത്തലവും നോക്കണം. ഈസാ നബിയുടെ അനുയായികൾ ഡമസ്കസിൽ ശക്തമായ രൂപത്തിൽ പ്രബോധനങ്ങൾ നടത്തുന്നുണ്ടെന്നും അത് കാരണമായി അനേകർ ക്രൈസ്തവ മതത്തിലേക്ക്, എന്ന് വെച്ചാൽ ഈസാ നബി പ്രചരിപ്പിച്ച ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെന്നും മനസ്സിലാക്കിയ പൗലോസ് അവരെ നശിപ്പിക്കാനും അവർക്കെതിരെ സമരം ചെയ്യാനും വേണ്ടിയാണ് ഡമസ്കസിലേക്ക് പോയത്. ആ പോകുന്ന വഴിയിൽ പൗലോസ് ഒരു നാടകം ഒപ്പിച്ചു. പല ആളുകളും അതേക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് കാണിച്ച ആ പരിപാടിയെ കുറിച്ച് കൃത്യമായ രൂപത്തിൽ ഗ്രന്ഥരചന നടത്തിയ ആളുകളുണ്ട്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ആ അപ്പോസ്തല പ്രവൃത്തിയുടെ 9-ാം അധ്യായത്തിന്റെ 3-ാം വചനത്തിൽ കാണാം, പെട്ടെന്ന് പൗലോസ് ആ യാത്രാമധ്യേ ബോധരഹിതനായി വീണു. ആരും
പ്രത്യേകിച്ച് ശബ്ദമോ മറ്റൊന്നും കേൾക്കുന്നില്ല. പൗലോസ് ബോധരഹിതനായി വീണു. എന്നിട്ട് ആളുകളൊക്കെ കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ച സമയത്ത് അയാൾ പറഞ്ഞു, എന്റെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, സൗൽ, നീ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഞാൻ. നീ എന്തിന് എന്റെ സഭയെ പീഡിപ്പിക്കണം? അങ്ങനെയൊക്കെ യേശു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ യേശുവിനെ വിശ്വസിക്കുകയും യേശുവിന്റെ ആളായി തീരുകയും ചെയ്തു. ഇനി ഞാൻ നിങ്ങളുടെ ശ്ലീഹയാണ്, പുരോഹിതനാണ്, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ് എന്ന് പൗലോസ് അവിടെ പ്രചാരണം നടത്തുന്നു.